നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല നാടൻ ചിക്കൻ വരട്ടിയതിന്റെ റെസിപ്പിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു നല്ല നാടൻ രുചിയുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഒരു 350 ഒരു 400 ഗ്രാമൊക്കെ ചിക്കൻ ഉണ്ട്. ഇതൊരു 8-9 കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ വിനീഗർ ഒഴിക്കുകയാണ്. വിനീഗർ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പം ഇങ്ങനെ വിനീഗർ ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും ചിക്കൻ. ഒരു അരമണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം കേട്ടോ. അത് കൂടുതൽ സമയം വെക്കുവാണെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയിക്കോളും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പിടി തേങ്ങാക്കൊത്തിടാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ തേങ്ങാക്കൊത്തിട്ടാലാണ് കുറച്ചുകൂടി ഒരു ടേസ്റ്റ്. ചിക്കൻ വരട്ടിയതിലൊക്കെ തേങ്ങാക്കൊത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് സവാളയാണ്. ഒരു 3-4 പച്ചമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് രണ്ടും ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടി ഇട്ടാലും മതി കേട്ടോ. പക്ഷെ മുഴുവനോടെയുള്ള കുരുമുളകാണെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഒരു 3 ഏലക്ക ഒന്ന് തൊലി കളഞ്ഞിട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 3 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 2 കഷ്ണം പട്ട. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതുമിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ലാണ്. നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ മുളകിൻ്റെ. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ തക്കാളി, വളരെ ചെറിയ തക്കാളിയാണ് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാൻ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി അധികമായി പോവരുതേ. സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ അടച്ചു വെച്ച് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ അതൊന്ന് എടുത്ത് മാറ്റി ഒന്ന് കഴുകിയെടുക്കുകയാണേ. ഇതപ്പം തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണേ, അല്ലാതെ അടിയിൽ അങ്ങ് പിടിച്ചു പോകും. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെള്ളം വരുന്നവരെ നമ്മളൊന്ന് വരട്ടി കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മെയിലുകളൊക്കെ അയക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അറിയാത്തവരും കാണാത്തവരും അതൊന്ന് കണ്ടു നോക്കിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കരുത്, അടച്ചു വെച്ച് കൊടുക്കാം. സിമ്മിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിപ്പം ഒന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ. അപ്പോൾ അത് ചിക്കനിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ഒന്ന് പിന്നെ അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു പരുവത്തിന് നമുക്ക് എടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വരട്ടിയിട്ടും എടുക്കാം. അപ്പോൾ ചിക്കൻ ഒന്ന് വെന്തോന്നൊന്ന് നോക്കട്ടെ. കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെയും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വരട്ടി എടുക്കുക. ഇനിയിപ്പോൾ അടച്ചു വെച്ചത് ഇപ്പം ഇത്ര തന്നെ വരട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വരട്ടാം. ഇപ്പം ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് നോക്കട്ടെ.
അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുള്ള. ഇങ്ങനെ തോണ്ടി തന്ന ഫൗളാന്ന് അറിയാം, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടി, എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി. ഞാൻ ഇതിപ്പോൾ നല്ല എരിവുണ്ട് കേട്ടോ, എന്നാലും കുറച്ച് അവസാനം കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് വരട്ടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 ടീസ്പൂണൊക്കെ ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് എരിവ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. കുരുമുളകിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അടിപൊളി. നമുക്കിതിലേക്ക് നിറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ലാവിഷായിട്ട് കറിവേപ്പില ഇടക്കട്ടെ. ഇതിപ്പം സൈഡായിട്ടൊക്കെ കൂട്ടാനുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ്. ഇപ്പം അപ്പത്തിനൊക്കെ കൂട്ടാനാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഗ്രേവി ആയിട്ട് കുഴഞ്ഞിരിക്കുന്ന പരുവില്ലേ, ആ പരുവത്തിന് അങ്ങ് എടുത്താൽ മതി. അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ സമയത്ത് തന്നെ കറിവേപ്പിലയും നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അപ്പം അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ. മതി, ഞാൻ ഓഫാക്കട്ടെ. ചെറുതായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം ഇതാ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഴിക്കട്ടെ. ശരിക്കും ചിക്കൻ്റെ ടേസ്റ്റൊക്കെ തേങ്ങാക്കൊത്തിലുണ്ട്. ഇപ്പം ഒരു പീസ് എടുക്കട്ടെ, കഴിക്കട്ടെ. നേരത്തെ ടേസ്റ്റൊക്കെ നോക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൈഡായിട്ടൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ചിക്കൻ വരട്ടിയതാണ്. ആ നാടൻ ചിക്കൻ വരട്ടിയതിൻ്റെ ഒരു ടേസ്റ്റാണ്. അതായത് മീറ്റ് മസാലയും ഗരം മസാലയും ഒന്നും ഇടാതെ ഇത് സ്പൈസസ് ഒക്കെ ഇങ്ങനെ ഇട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് വരുന്നത് അപ്പോഴാണ്. ഇങ്ങനെയല്ലാതെ നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഇതിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയത് ഞാൻ ഓൾറെഡി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് കണ്ട് നല്ല അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അത് എളുപ്പമാണ്, ഇതിലും എളുപ്പമാണ്. സവാളയൊന്നും വഴച്ചേ വേണ്ട. ബാച്ചിലേഴ്സ് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി. എല്ലാവർക്കും ഉണ്ടാക്കാം, ബാച്ചിലേഴ്സ് മാത്രമല്ല. അപ്പോൾ ഞാൻ സമയമില്ലാത്തപ്പോഴൊക്കെ അതുപോലെയാണ് ചിക്കൻ വരട്ടി ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെ ഒന്ന് കണ്ടു വെക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.